ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിൽ കാക്കകൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെയുള്ള നമ്മുടെ അണ്ണാനുണ്ടല്ലോ, അണ്ണാൻ ഓർക്കണത് മറ്റുള്ള കിളികളെ പോലെ ഇവരെ ഓടിക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഈ അണ്ണാന്മാർ കഴിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, അവർ കൂട്ടത്തോടെ കഴിക്കൂല കേട്ടോ. ഒരെണ്ണാൻ മാത്രം ഇരുന്ന് കഴിക്കും. ബാക്കിയത്തെ അണ്ണാന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണാനെ ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള കിളികളാണേലും വന്നിരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടമില്ല, അവരെ ഓടിക്കും കേട്ടോ. അണ്ണാൻ്റെ പരിപാടിയാണ്. കാക്കേനെ ഓടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അണ്ണാൻ ഇരുന്നത്. പക്ഷെ പണി നടന്നില്ല കേട്ടോ. കാക്കേനെ മാത്രം അണ്ണാൻ ഇച്ചിരി പേടിയുണ്ട്. കാരണം കാക്ക കൊത്തും, കുഞ്ഞണ്ണാനെയൊക്കെ കൊത്തും. അതുകൊണ്ട് അങ്ങനെ തോറ്റു കൊടുക്കില്ല എന്നൊരു ചിന്തയോട് കൂടി വീണ്ടും അണ്ണാൻ എത്തിയിട്ട് എങ്ങനെയും കാക്കച്ചി ഓടിച്ചിടണം എന്നുള്ള രീതി പോലെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ എന്തായാലും അത് നടന്നില്ല. കാക്ക ഇവിടെ നിന്ന് കാക്ക കഴിച്ചു കഴിഞ്ഞാൽ കൊക്കിനകത്ത് കുറേ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ലാസ്റ്റ് അണ്ണാൻ നാണം കെട്ടി തേച്ചിരിക്കും. ഇനി അതായത് വേണ്ടില്ല, പോയിട്ട് പിന്നെ വരാമെന്ന ലക്ഷ്യത്തോടെ എന്നെ ഒന്ന് നോക്കി അവിടെ നിന്ന് ജനലിക്കൂടെ എന്തായാലും മൂപ്പര് പോകും കേട്ടോ. മേളിലേക്കൊക്കെ കയറി പോവും, പക്ഷേ തൊട്ടടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പോയിട്ട് പിന്നെ ആ കാക്കയുടെ തീറ്റ കഴിഞ്ഞപ്പം അടുത്ത കാക്ക വന്നേ മരക്കൊമ്പ്. ഇവരെല്ലാം ചിലപ്പോൾ മാത്രമേ ഇരുന്നു ഒരു കമ്പ്, ഒരു ചെറിയ കുഞ്ഞു മരക്കൊമ്പാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല എന്ന് ഓർത്തുകൊണ്ടായിരിക്കും അങ്ങനെ തിന്നിട്ട് പോകണമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഓലഞ്ഞാലിക്കുട്ടൻ അടുത്ത് എൻ്റെ സ്വന്തം ഓലഞ്ഞാലിയാണ് കേട്ടോ. ഞാൻ അടുത്ത് പോയി നിന്നാൽ അവൻ പോകത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇവരുടെ വീഡിയോ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് വഴക്കാളികളെന്ന് വെച്ചാൽ ഈ രണ്ട് കിളികളും വഴക്കാളികളാണ്. അങ്ങനെ ഒന്ന് ഓലഞ്ഞാൽ അതിൻ്റെ ആണികളും തമ്മിൽ വഴക്കായിരിക്കും. ഫുഡ് എടുക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കും കേട്ടോ. വഴക്കുണ്ടാക്കിയും ചിലപ്പോൾ കൊത്തി ഓടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇടിപ്പിക്കത്തേ ഇല്ല. പിന്നെ ഫുഡ് എടുക്കാൻ സമ്മതിക്കുന്ന എൻ്റെ പെൺകിളിക്ക് കുഴപ്പമില്ല. ഒരാണും ഒരു പെണ്ണുമാണെങ്കിൽ വഴക്കുണ്ടാക്കത്തില്ല, സൈഡിൽ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ആണും തന്നെ ഇവിടെയൊക്കെ ഇരുന്ന് ഇവരുടെ അടുത്തിരുന്ന് ഒരുമിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. മുട്ടനടിയായിരിക്കും കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ കിളികളുടെ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.